ആമസോണിൽ വെറും 199 രൂപയ്ക്ക് ലഭിക്കുന്ന Ptron Pride ലൈറ്റ് എന്ന ഹെഡ്ഫോണാണ് നമ്മളിന്ന് അൺബോക്സിങ്ങും റിവ്യൂവും ചെയ്യാൻ പോകുന്നത്. ഇതിന് വെറും 199 രൂപയേ ഉള്ളൂ. ഈ പൈസയ്ക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് പോകുമോ, അല്ല ഇത് വർത്താണോ 199 റുപ്പീസിന്, അല്ല അതിലും കൂടുതൽ വർത്താണോ എന്നെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. Ptron Pride ലൈറ്റ് ഹൈഫൈ വയർഡ് ഹെഡ്ഫോണിൻ്റെ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ വളരെ നോർമലാണ്. സാധാരണ ഒരു കടലാസ് പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഹെഡ്ഫോണിൻ്റെയൊക്കെ ഉള്ളിൽ നമുക്ക് നല്ലൊരു പ്ലാസ്റ്റിക് കേസിംഗ് ഉണ്ടാവും. പക്ഷേ ഇതിൽ പ്ലാസ്റ്റിക് കേസിംഗ് ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കടലാസിൻ്റെ കേസിംഗാണ് വരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. എനിക്ക് തീരെ ഇമ്പ്രസ്ഡ് ആയില്ല ഇത് തുറന്നപ്പോൾ. പക്ഷേ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ആലോചിച്ച് നോക്കണം, ഓൺലി 199 റുപ്പീസ് ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ പോലും ഇട്ടിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുകയാണ് നമ്മളുടെ ഹെഡ്ഫോൺ. ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ വരുന്നത്. അതിനുള്ളിൽ നമുക്ക് ഇയർബഡ്സ് ഓടിക്കളിക്കുന്നത് കാണാം. സാധാരണ ഇയർബഡ്സൊക്കെ നമുക്കൊരു എക്സ്ട്രാ പ്ലാസ്റ്റിക് പാക്കറ്റിലൊക്കെ, ഇതിൽ ചുമ്മാ കേസിൽ മാത്രമേ അത് ഇട്ടിട്ടുള്ളൂ, അതിന് സെപ്പറേറ്റ് പാക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ അതിൻ്റെ ഇയർബഡ്സ് തൊടുമ്പോൾ എനിക്ക് അത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തില്ല. വളരെ ലൈറ്റായിട്ടാണ് തോന്നിയത്. വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കീറി പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, മീൻസ് ഒരു ലോങ് ടൈം യൂസേജോടുകൂടി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷനിൽ വളരെ ലൈറ്റായിട്ടാണ് തോന്നുന്നത്. ഹെഡ്ഫോണിനെ പറ്റി പറയുമ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന ഹെഡ്ഫോൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക് കവറിങ് കേസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിലിട്ടിരിക്കുകയാണ് അവർ. പൈസ റെഡ്യൂസ് ചെയ്യാനുള്ള പരിപാടി അതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻലി പറയുകയാണെങ്കിൽ ഇതിന് മെറ്റൽ ബഡ്സാണ് വരുന്നത്. ഇതിൻ്റെ ഡ്രൈവേഴ്സ് 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണെന്നാണ് അവരതിൻ്റെ ഫീച്ചേഴ്സിൽ എഴുതിയിരിക്കുന്നത്. ഇത് 16 ഓം ഡ്രൈവേഴ്സാണ് ഇതിൽ വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 20 to 20 ഹെർട്സ് 20 to 20 കിലോ ഹെർട്സ് അതിന് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതാണ്. ബേസിക്കലി ഒട്ടും വെയിറ്റ് ഇല്ലാത്ത നല്ല മെറ്റലിൻ്റെ, പ്ലാസ്റ്റിക് അല്ല. നമ്മൾ നേരത്തെ ബോട്ടിൻ്റെ ചെയ്തപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു, ഇത് മെറ്റലിൻ്റെ ആണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ കൺട്രോളർ മൈക്കിൻ്റെ പീസാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഒരു വോളിയം കൺട്രോളറുണ്ട്, നമ്മുടെ ഫോൺ കട്ട് ചെയ്യാനും സോങ് സ്കിപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു കൺട്രോളറുണ്ട്. ആ ഫോണിൻ്റെ എംബ്ലം ഉള്ളതാണ്, നമുക്ക് ഫോൺ കട്ട് ചെയ്യാനും അതല്ലെങ്കിൽ പാട്ട് പോസ് ചെയ്യാനും നമ്മുടെ നെക്സ്റ്റ് പാട്ടിലേക്കൊക്കെ സ്കിപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്നത് പോസ് ആവും, വീണ്ടും ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് പ്ലേ ആവും. പിന്നെ നമ്മളത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാട്ടിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് പാട്ടുകൾ ചേഞ്ച് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. പുറകിലേക്ക് മാറ്റാൻ വഴിയില്ല, ഫ്രണ്ടിലേക്ക് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ പിന്നെ വോളിയം കൂട്ടാനായിട്ട് നമ്മുടെ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം, നമ്മുടെ അതിൻ്റെ സ്ലൈഡർ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ 199 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്നതിൽ വെച്ചിട്ടൊരു നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ല. 1.2 മീറ്റർ നീളമുണ്ട് ഇതിൻ്റെ വയറിന്. പിന്നെ ഇതിൻ്റെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും നല്ലതാണ്. നമുക്ക് ഇൻ കോൾ സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല. നമ്മളൊരു വാട്സപ്പ് മെസ്സേജിലൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല സൗണ്ട് തന്നെയാണ് വരുന്നത്, ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ 3.5mm ജാക്ക് കോട്ടിംഗ്, ഒരു ഗോൾഡൻ കളർ കോട്ടിംഗ് ഉണ്ട്. പക്ഷേ അതൊക്കെ എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല, ഈ ഒരു എമൗണ്ട് ഉള്ളത് കൊണ്ട്. മാത്രമല്ല ഇതിന് നമ്മൾ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടത് പറയാൻ പറ്റില്ല. ഇയർബഡ്സ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, മെറ്റലിൻ്റെ ആണ്. പക്ഷേ അതിന് മാഗ്നറ്റ് കൊടുത്തിട്ടില്ല അവർ. വളരെ ചീപ്പാണ് മാഗ്നറ്റ്, അതുകൊണ്ട് അവർക്കൊരു മാഗ്നറ്റ് കൂടി കൊടുക്കാമായിരുന്നു. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു. വളരെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് എനിക്കിത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്ത ബോട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതിലും കുറച്ചുകൂടി ഒരു പടിക്ക് മുകളിലാണ് സൗണ്ട് ക്വാളിറ്റി എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം ഈ 199 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. അത്യാവശ്യം ബേസും അത്യാവശ്യം മിഡ് റേഞ്ചും ഉണ്ട്. ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസികൾ അല്പം ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി ഇയർ സെൻസിറ്റിവിറ്റി അനുസരിച്ചാണ് ആ ഡിഫറൻസ് നമുക്ക് തോന്നുക. അപ്പോൾ നിങ്ങളുടെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇയർ ആണെങ്കിൽ നിങ്ങൾക്കത് ഷാർപ്പായിട്ട് തോന്നും, കുറച്ച് കൂടുതൽ നേരം കേൾക്കുമ്പോൾ ഇയർ ഫാറ്റീഗ് പോലെ തോന്നാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇയറാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതല്ല എങ്കിൽ വളരെ നല്ല ക്ലാരിറ്റി ആയിട്ടാണ് നിങ്ങൾക്കത് അനുഭവപ്പെടുക.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ടിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം നമുക്ക് ഈ 199 റുപ്പീസിന് നിങ്ങൾക്ക് വാങ്ങാവുന്ന ഹെഡ്ഫോൺസിൽ വെച്ചിട്ട് നല്ലൊരു സൗണ്ടാണ്. ഈവൻ ഒരു 300 അല്ലെങ്കിൽ 350 റുപ്പീസ് അല്ലെങ്കിൽ 500 റുപ്പീസ് ഹെഡ്ഫോണിൻ്റെ തന്നെ അതേ ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നമുക്ക് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത് എത്ര നാൾ നിൽക്കും എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് ഒരു 6 മാസമൊക്കെ യൂസ് ചെയ്ത ശേഷം മാത്രമേ അത് അതിൻ്റെ ലാസ്റ്റിങ് അത് എത്ര ലാസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഡേറ്റ് ഓഫ് പർച്ചേസിൽ നിന്ന് 6 months ആണ് ഇതിൻ്റെ വാറണ്ടി ആമസോണിൽ എഴുതിയിരിക്കുന്നത്. ഇവരുടെ ലോക്കൽ ലോക്കലായിട്ട് തന്നെ വാറണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സർവീസ് സെൻറ്ററുകൾ എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ തന്നെ നിങ്ങൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും. ഈ ഹെഡ്ഫോണിൻ്റെ ബയ്യിങ് ലിങ്ക് ആമസോൺ ബയ്യിങ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ പോയിട്ട് അത് വാങ്ങാവുന്നതാണ്. പിന്നെ ഞാനൊരു ബോട്ടിൻ്റെ ഹെഡ്ഫോൺ, അത് 300 റുപ്പീസിൻ്റെ ഹെഡ്ഫോണാണ്, 299 റുപ്പീസിൻ്റെ ഹെഡ്ഫോൺ, അത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അതെങ്ങനെയുണ്ട്, ഇതായിട്ട് കമ്പാരിസൺ എങ്ങനെയുണ്ട് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.